മോളെ മോളെ എന്തമ്മ അമ്മങ്ങള് വിളിച്ചാ? കുഞ്ഞോളെവിടെ? ഞാൻ മോളെ വിളിച്ചത്. താത്ത റൂമിലാണ്, കിടക്കാ തോന്നുന്നുണ്ട്. എന്താണ്? ഒരു ചായ വേണ്ടേനു. ഞാൻ ഉണ്ടാക്കി കൊടുന്നേരാ. വേണ്ട വേണ്ട, ഈ ഇടൊന്നും വേണ്ട. നമുക്ക് ഓളിട്ട ചായ മതി. ഇതിന്റെ കാര്യം തന്നെ നോക്കണ്ട. ഈ എന്തിനാ ഓളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തണത്? എന്താ ഞാൻ പറഞ്ഞതിന് കുറ്റം? ഓളിങ്ങോട്ട് കെട്ടിക്കേറി വലിഞ്ഞു വന്നതല്ലേ. ഞാൻ എന്റെ കുഞ്ഞോളെ ഞാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊടുന്നതാ. അപ്പൊ ഞാൻ ഓളെ കാണുന്ന പോലെ എന്തായാലും ഇവളെ കാണൂല. കുഞ്ഞോളെ കുഞ്ഞോളെ എന്താ മകള് എന്നെ വിളിച്ചോ? മകളാ ചായ ഉണ്ടാക്കി കൊടുന്നാട്ടിക്ക. നിങ്ങക്ക് വേണോ? കിട്ടിയ തരക്കേടില്ല. ഞങ്ങൾക്ക് ഉണ്ടാക്കും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടിട്ടോ. ഇത് അത് കൊണ്ടുകൊടുത്താള് നിങ്ങള്. ഞാൻ ഉണ്ടാക്കിയതാന്നുള്ളത് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഉണ്ടാക്കിയാന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുത്താള്. ആ ഇതാ. ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയണ്ട കേട്ടോ. ഞാൻ പറയണില്ല. അമ്മക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിക്കോ. ശരി താത്ത. ഇതമ്മ ചായ. നല്ല രസമുള്ള ചായ അല്ലേ? നല്ല ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട്. ഈ കോള് ഉണ്ടാക്കിയ ചായ തൃപ്തിയാവുള്ളൂ. മറ്റോൾ ഉണ്ടാക്കും ഒരു വാട്ട വെള്ളം. ആർക്കും ആണത്. അനക്കെന്താ രണ്ട് മരുമക്കളെ ഒരേപോലെ കണ്ടാല് ചെന്ന വെവ്വേറെ രീതിയിൽ നിങ്ങൾ എന്നെ കാണുന്നേ? കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഓളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ ഓൾക്കും ഞാൻ ഇല്ലാതെ ഓൾക്കും പറ്റൂല. ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ്. അതുകൊണ്ട് ഓള് പണിയോളൊക്കെ എടുത്തോട്ടെ മറ്റോള്. അതിനിപ്പോ എന്താണ്? തന്ത എപ്പോഴും ഓളെ ഭാഗം നിന്നിട്ട് സംസാരിക്കുള്ളൂ. തന്തക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തന്തനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്താ രണ്ടാളും കൂടി? എന്താ സംഭവം? എന്താ? ഞാനൊന്ന് പെരേക്ക് പോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്ന. അപ്പൊ കുട്ടികൾക്ക് സ്കൂളൊക്കെ പൂട്ടിയതല്ലേ. ഞാനും ചോദിക്കാൻ വേണ്ടിട്ട് തന്നെ വന്നത്. ആദ്യം കുഞ്ഞോള് പോയിക്കോട്ടെ, എന്നിട്ട് മതി ഇജ്ജ് പോവുക. ഓൾക്ക് ഒഴിവുണ്ടാകുമ്പോഴല്ലേ ഓളോളെ പെരേക്ക് അനക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ. രണ്ടാളും കൂടി പോയാൽ ഇവിടെ ആളില്ല. എനിക്കാണെങ്കിൽ പണിയോൾ എടുക്കാനും വെജന്റെ കാലിന്റെ മുട്ടൊക്കെ ഭയങ്കര വേദനയാണ്. രണ്ടാളും കൂടി പോണ്ട. ഒരാള് പോയിക്കോളൂ. കുഞ്ഞോള് പോയിക്കോട്ടെ. ഓൾക്ക് ലീവുള്ള ദിവസമല്ലേ ഓളോളെ പെരേക്കൊന്ന് പോവുള്ളൂ. അനക്ക് പിന്നെയും പോവാ. അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഇത്ര തോനെ പോവാനുള്ളത്? അല്ലമ്മ ഞാൻ കൊറേ ആയി പോയിട്ടേ. നമുക്ക് ഉമ്മാനൊക്കെ ഒന്ന് കാണണം. അമ്മല്ലേ, അമ്മക്ക് ഇടക്ക് മക്കളെ അങ്ങോട്ട് വന്ന് കാണുകയൊക്കെ ചെജ്ജ. മക്കളെ അങ്ങോട്ട് തന്നെ പോയി കാണണമെന്നൊന്നുമില്ല. ഇവരും പോണത് പോലെ ഉമ്മാനെ കാണാൻ തന്നെയല്ലേ. ഓള് പോയിക്കോട്ടെ. ഓളമ്മ എനിക്ക് ഇടക്കും തിരക്കൊക്കെ ഓളമ്മ എനിക്ക് വിളിച്ചലുള്ളതാ. അന്റെ പെരേന്ന് എനിക്ക് ആരേലും വിളിച്ചലുണ്ടോ? അനക്കൊന്നും മുണ്ടാതിരുന്നൂടെ? നിങ്ങള് എല്ലേലും തലട്ടിങ്ങാണ്ടാലോ. നിങ്ങളെ പ്രശ്നം എന്താണ്? മരോളൊന്നും പറയാൻ പാടില്ല അല്ലെ?
നിങ്ങക്ക് വേറെ ഒരു പണിയില്ല. ചെറിയ മരോളി കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോളി നിങ്ങള്. ഈ ഫ്രിഡ്ജിന്റെ മേലെ വെച്ച് നൂലിക്ക അവിടെ തല വേദനിച്ചിട്ട് പനിച്ചിട്ടാണെങ്കിൽ നീച്ച് നടക്കാൻ വയ്യ. ഇതപ്പൊ പെട്ടെന്ന് ഒരു പനി, കുറച്ചേരം കേൾക്ക. എന്ത് പനിയാ പനിക്കണത്, സഹിക്കാൻ വയ്യ. തൊണ്ട വറ്റുന്നുണ്ട്, ലേശം വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ. കുഞ്ഞോളെ, കുഞ്ഞോളെ, ഈ കുട്ടി എവിടെ? കുഞ്ഞോളെ, ഉമ്മ വിളിച്ചാ? എന്തേ? ഞാൻ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ എന്റെ കുഞ്ഞോളെ വിളിച്ചത്. ഓളെവിടെ? ഓലവിടെ റൂമിലാണ് കിടക്ക. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. കുഞ്ഞോളെ, കുഞ്ഞോളെ. ഈ തള്ള എന്തിനാണ് ഇങ്ങനെ വിളിക്കണത്, സ്വസ്ഥത തരാതെ. ഞാൻ പിന്നെ വിളിക്കട്ടെടി. തള്ള എന്താ ചാവാൻ കിടക്ക? അവിടെ കിടന്ന് വിളിക്ക, ഞാൻ വരൂല. അടുത്ത ആൾ വിളിക്ക. ഹലോ. ഒരമ്മായിമ്മ തള്ള ഉണ്ട് മോളെ, ഒന്നും പറയണ്ട. ഏത് നേരം കുഞ്ഞോളെ 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 കുഞ്ഞോളെ, ഇത് മാത്രം തള്ളന്റെ തൊള്ളേന്ന് നോക്കുള്ളൂ. ഇപ്പൊ അവിടെ കിടന്ന് അലർന്നുണ്ട്, ഞാൻ പോയിട്ടില്ല. അല്ല പിന്നെ തള്ളയുടെ വിചാരം തള്ളനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിങ്ങനെ തള്ള പറയണത് കേട്ടിങ്ങനെ നിക്കണെന്നാ. തള്ളന്റെ സ്വത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഉള്ളത്, തള്ളക്ക് അറിയില്ലല്ലോ. ആ എന്നാ ശരിയടി, വെച്ചാളാ. എന്റെ പുന്നാര മരോള അതാ ഓരോരുത്തർക്ക് വിളിച്ചിട്ട് അതിന് കുറ്റം പറഞ്ഞു കൊടുക്കുന്നു. അമ്മ ഞാന് കഞ്ഞി എടുത്ത് വെച്ചേക്കണ്, അത് കുടിച്ചാ നിങ്ങളെ പനി മാറും. ഒന്ന് കുടിച്ചോളിമ്മ. ഞാൻ എന്നെ ഞാന് പറഞ്ഞിക്കണ്, ഉപദ്രവിക്കും ചെയ്തിക്കണ്. വീട്ടിമ്മാനോട് ക്ഷമിക്കണം കേട്ടോ, ഉമ്മക്ക് പുറത്താട്ട്. ഞാൻ പണ്ടും പൈസയും തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നല്ലൊരു മരോളാണോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. ഉമ്മട്ടേക്ക് ഉമ്മാനോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഉമ്മാന്റെ അറിവില്ലായ്മ കൊണ്ട് ഉമ്മ പറഞ്ഞതാന്ന് വിചാരിച്ചാ മതി. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനത് കാര്യത്തിൽ എടുത്തിട്ടും ഇല്ല. ഞാൻ എന്റെ ഉമ്മാനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും ചെയ്യുള്ളൂ. പിന്നെ ഇമ്മ ഒരാളെ ഇങ്ങോട്ട് താത്തി കെട്ടിട്ട് ഒരാളെ പൊന്തിച്ചേക്കുമ്പോ അതാർക്കായാലും സങ്കടമുള്ളതല്ലേ. രണ്ടാളെ ഒരേപോലെ കാണണ്ടതല്ലേ അമ്മ. ഒന്നല്ലെങ്കിൽ ഞാനും ഉമ്മാന്റെ മകന്റെ ഭാര്യയല്ലേ, ഒരിടയിൽ ഞാൻ ഇങ്ങനെ കൊച്ചാവല്ലേ. അതുകൊണ്ട് ഒരു ചെറിയ സങ്കടം ഉണ്ട്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ഉമ്മ കഞ്ഞി എടുത്ത് കുടിക്കട്ടോ, ഞാനേക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്, അതും കൂടി കഴിക്കട്ടെ. ഞാൻ എന്തേ എന്നോട് പറഞ്ഞത്, നമുക്ക് ഓളന്നെ ഉണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കിയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നല്ല ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ചീത്ത ആൾക്കാരെ നമുക്ക് വേഗം മനസ്സിലാവും ചെയ്യും. ഇനിയുള്ള കാലം നല്ലപോലെ നിക്കണം. എന്റെ കുട്ടീനോട് കൊറേ ആയി ഞാൻ ഓളിട്ടിട്ട് ഇടങ്ങറാക്കല് തുടങ്ങിയിട്ട്. ഇനിയുള്ള കാലം ഓലെടുത്ത് നല്ലപോലെ നിക്കണം.